Happy birthday to you. Happy birthday to you. Happy birthday to you. താങ്ക് യു വാവച്ചി. Welcome. രാത്രി അപ്പ ഉണ്ടല്ലോ, ഇന്നലെ വന്നപ്പം ബർത്ത്ഡേ കേക്ക് കൊണ്ടുവന്നായിരുന്നു. വാവച്ചി ഉറങ്ങിപ്പോയി. മമ്മായും അപ്പയും വിളിച്ചു വാവച്ചെന്നെ കേക്ക് കട്ട് ചെയ്യാനായിട്ട്. പക്ഷെ വാവച്ചി നല്ല ഉറക്കമായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, കേക്ക് എടുത്ത് ഫ്രിഡ്ജ് വെച്ച് നമ്മൾ ഇത്തിരി കട്ട് ചെയ്ത് ജസ്റ്റ് ടേസ്റ്റ് ചെയ്തു. അപ്പോൾ വാവച്ചി എണ്ണിക്കുമ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ ഓർത്തു. പക്ഷെ അപ്പം എന്തേ, അപ്പം ഡ്യൂട്ടിക്കും പോയി. അപ്പോൾ നമ്മൾ ഇനി എപ്പോൾ കേക്ക് കട്ട് ചെയ്യും? ഇപ്പോഴാ? പപ്പ ഓ ഇപ്പം പകുതി കട്ട് ചെയ്തിട്ട് വാവച്ചി ഇപ്പം കട്ട് ചെയ്യാൻ പോവാണല്ലേ? എന്നിട്ട് പിന്നെ പകുതി കട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ വരുമ്പോൾ അങ്ങനെ ചെയ്യാമെന്നാ? എവിടെ കട്ട് ചെയ്യാനാ? എന്തിനാ കേക്ക് കട്ട് ചെയ്യുന്നത് നമ്മളിന്ന്? കഴിക്കാൻ മാത്രമാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത് ഇന്ന്. വേറൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നേ. ഇവിടെ മഴയും കാറ്റും ഒക്കെ ആയിരുന്നു. പിന്നെ റോഡിലൊക്കെ ഭയങ്കര വെള്ളമൊക്കെ ആയിരുന്നു. അപ്പം ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് ഇപ്പം നമ്മൾ ഇരിക്കുന്നു, സേഫാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് മഴ വരുമെന്ന് പറയുന്നത് കേട്ടു. പക്ഷെ അതിൽ പറയുന്നുണ്ടായിരുന്നു കുറച്ച് മഴയെ പെയ്യത്തുള്ളൂ എന്ന്. നമുക്ക് കണ്ടറിയാം. ഓക്കെ, അങ്ങനെ ആയാൽ മതിയായിരുന്നു. കാരണം പിന്നെയും മഴ പെയ്ത് റോഡൊക്കെ ബ്ലോക്കായി എല്ലാവർക്കും അത് ഡിഫിക്കൽട്ടായിരിക്കും. മഴ പെയ്തോട്ടെ, മഴ കുറച്ച് പെയ്തിട്ട് പൊക്കോട്ടെ അല്ല വച്ചി, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മുടെ ഈ സൈഡ്, അതായത് നമ്മൾ താമസിക്കുന്ന ഭാഗത്ത് അത്ര വലിയ ഇതെന്തുവാ കണ്ണങ്ങനെ കാണിക്കുന്നത്, അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ബാൽക്കണിയിലൊക്കെ വെള്ളമൊക്കെ നിറഞ്ഞ് വീട്ടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയായിരുന്നു. അപ്പം ഭയങ്കര കാറ്റൊക്കെ ആയതുകൊണ്ട് ഇത്തിരി പേടിയൊക്കെ ആയി നമുക്ക്. വാവച്ചിക്ക് പേടിയായിപ്പോയി. അതിനിടയ്ക്ക് ഫയർ അലാറാം അടിച്ച്. അപ്പം ഞാനോടത്ത് മഴ പെയ്യുമ്പം തീ വരുമോ, തീ പിടിക്കുമോ ബിൽഡിങ്ങിന്, അങ്ങനെയൊക്കെ ഞാൻ പേടിച്ചു പോയി. ഇന്ന് ഒരു നോർമൽ ഡേ പോലെ ആയിരിക്കും ബർത്ത്ഡേ ഒക്കെ അല്ലേ വാവച്ചി? കാരണം ഒന്നാമത്തെ കാരണം ഇച്ചായന് ജോലിയുണ്ട്. എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും എന്നെ ഫസ്റ്റ് വിഷ് ചെയ്യുന്നത് അമ്മയും അച്ഛനുമായിരിക്കും. പക്ഷേ ഈ ബർത്ത്ഡേക്ക് അതിലൊരാൾ മിസ്സായിട്ടുണ്ട്. അമ്മ വിഷ് ചെയ്തു, അച്ഛൻ വിഷ് ചെയ്തില്ല. കാരണം അച്ഛൻ കുറച്ച് നാളായി നമ്മളെ വിട്ടു പോയി. അതുകൊണ്ട് ഈ ബർത്ത്ഡേ വലിയ ആഘോഷമൊന്നും എനിക്ക് താല്പര്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ. എന്നാലും വാവച്ചിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേക്ക് കട്ട് ചെയ്യാമെന്ന് ഓർത്തത്. കാരണം ഇവള് എപ്പോഴും പറയും കേക്ക് കട്ട് ചെയ്യാം എന്നൊക്കെ. അതുകൊണ്ട് മാത്രം അങ്ങനെ. ഓക്കെ. പക്ഷേ എല്ലാ ബർത്ത്ഡേക്കും ഫസ്റ്റ് വിഷ് ചെയ്യുന്നത് അച്ഛനായിരിക്കും കേട്ടോ. അത് ശരിക്കും എനിക്ക് ഇന്നലെ മിസ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകാൻ കേട്ടോ. സങ്കടങ്ങളൊന്നും എനിക്ക് ഇതിലൂടെ എൻ്റെ വിഷമങ്ങളൊന്നും യൂട്യൂബിലൂടെ പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് മാറ്റി നിർത്തിയിട്ട് ഞാൻ ഹാപ്പിനെസ് മാത്രമേ ഞാൻ ഇതിലൂടെ സ്പ്രെഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോ നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോവാണ് കണ്ണ? കമോൺ ബാ. ഞാൻ എടുക്കാം വാവച്ചിക്കുട്ട. അത് വലിയ കേക്കാണ്. അപ്പം മോനെ എടുക്കുമ്പോഴത്തേക്കും പോകും. അത് ഓപ്പൺ ചെയ്ത് വെച്ചേക്കാം. അമ്മ എടുക്കാം. വെയിറ്റ്. ഇതാണ് വാവച്ചി ഇന്നലെ അപ്പം വാങ്ങിച്ചുകൊണ്ടുവന്ന കേക്ക്. എന്താ എഴുതിയേക്കുന്ന വാവച്ചിക്കുട്ടൻ്റെ അകത്ത്? എന്താ എഴുതിയേക്കുന്നതിൻ്റെ അകത്ത്? ഹാപ്പി ബർത്ത്ഡേ ദിവ്യന്ന്. അമ്മേൻ്റെ പേരെന്താ? അങ്ങനെ കാണിക്കില്ലേ, പോകൂലേ? എന്താ അമ്മേൻ്റെ പേരെന്താ? അമ്മയുടെ പേരെന്താ? അപ്പൊ ദിവ്യ. നൈസ് കേക്കാണോ? എന്താ കത്താത്ത വച്ചേ? ഓ ഇത് ഇങ്ങനെയാണല്ലേ. ഐ എം സോറി ആബച്ചിക്കുട്ടാ. സോറി വരുമ്പോ വെൽക്കം ആവണേ. ഇറ്റ്സ് ഓക്കേ ആവല. ഓ അമ്മയ്ക്ക് 4 വയസ്സാണോ? എത്ര ക്യാൻഡിൽ ഉണ്ട് കണ്ണ? 1 2 3 4
അപ്പൊ നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ പോവാണോ? ആരെ കേക്ക് കട്ട് ചെയ്യണ്ടേ ഇപ്പൊ? ഞാനെന്റെ ബർത്ത്ഡേ ആണോ ഒന്ന്? ഓക്കെ, കട്ട് ചെയ്തോ. ഇത് ഊത്, ക്യാൻഡിൽ ഊത. ഹാപ്പി ബർത്ത്ഡേ. ഹലോ പറ, ഹാപ്പി ബർത്ത്ഡേ. ആർക്കാ? അമ്മയ്ക്ക് ഒരു ഉമ്മ തരൂ. ഓക്കെ, ഇന്നലെ കേക്ക് കട്ട് ചെയ്തതിന്റെ ഇന്നലെ അപ്പയും അമ്മയും കൂടി ഇത്തിരി കേക്ക് കട്ട് ചെയ്ത് കണ്ട. വാവച്ചി ഉറങ്ങുന്നതുകൊണ്ട് നമ്മള് കട്ട് ചെയ്തില്ല. പാവല്ലേ വാവച്ചി എണീറ്റിട്ട് കട്ട് ചെയ്യാൻ ഓർത്തപ്പത്തേക്കും ആ പടി ഒട്ടിക്കും പോയി. ഓക്കെ, പകുതി കട്ട് ചെയ്തിട്ട് ബാക്കി അപ്പ വരുമ്പോ കട്ട് ചെയ്യാം. നമുക്ക് പിടിച്ചോ മോനാ, കട്ട് ചെയ്യണ്ടേ? പിടിച്ചോ. ഹാപ്പി ബർത്ത്ഡേ മമ്മ. അങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ട് അവിടെ കട്ട് ചെയ്യാം. ആദ്യം വാവച്ചിക്ക് തരാം മമ്മ. നമ്മ എടുത്തരാണ്, കയ്യിലൊക്കെ ആക്കണ്ടെന്നല്ല. എങ്ങനെയുണ്ട്? എമ്മിക്കാണോ? നമ്മക്ക് കളഞ്ഞേ. എങ്ങനെയുണ്ട് പറ. ഇവിടെ അവിടെ കട്ട് ചെയ്യണം, ഇവിടെ കട്ട് ചെയ്യാം. ഇത് മമ്മിക്ക് തരണേ കൊച്ച്. ഇത് മമ്മിക്ക് തരുമോ? നല്ല കേക്കല്ലേ? ഇത് കോഫി കേക്കാണോ? ആവശ്യം നല്ല കേക്കാണോ? ഇത് കോഫിന്റെ ഫ്ലേവറുള്ള കേക്കാ. കോഫിയുടെ ടേസ്റ്റ് ഉണ്ടോ ആച്ചി? കോഫി കഴിച്ചിട്ടില്ല അല്ലേ? മതി, ഇത്ര കട്ട് ചെയ്താ പോരെ. ഇനി കട്ട് ചെയ്യണോ? നീ വേണോ? അത് ഒരു സൈഡിൽ കട്ട് ചെയ്യണ്ടേ, പിന്നെ കുളമാകത്തില്ല അവിടെ കട്ട് ചെയ്താ. അത് പിന്നെ അപ്പ വരുമ്പോ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ പോണ്ടേ. ഒരു പീസും കൂടെ വേണോ? ഫുള്ള് ഇപ്പൊ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ കഴിക്കൂല. അതെടുത്തോ, കഴിച്ചോ. ഇനി ആരുടെ ബർത്ത്ഡേ? ഇനി ആരുടെ ബർത്ത്ഡേ ആണോ? ഇനിയിപ്പോ എന്റെ കഴിഞ്ഞു. ഇനി അടുത്ത വാച്ചിട്ട് അടുത്ത മാസം ഉണ്ടല്ലോ. മതി, ഇനി ചോറ് കഴിക്കൂല. അത്രയും മതി. ഇനി അപ്പ വരുമ്പോ കട്ട് ചെയ്യണേ പാവ അപ്പം. ഇനി അപ്പ വരുമ്പോ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. ഓക്കെ, ഇന്ന് ഫുള്ള് ഇവള് കേക്ക് തീർക്കുന്നോന്നല്ലോ. ഫുള്ള് തേണോ? ഇനിയും കട്ട് ചെയ്യണോ? ഇനി ഏത് ഭാഗം വേണ്ടേ? ഈ ഭാഗമാണോ? ഈ സൈഡാണോ വേണ്ടേ? ആ, ഓക്കെ. ഡി വേണോ? ഓ, ഡിക്കാണോ? അമ്മയുടെ ഡി ആണല്ലേ. ഞാൻ എടുത്തില്ല. അങ്ങനെ എടുത്തത് നീ കളയില്ലപ്പാ. എത്തോ, വാവച്ചിക്ക് ഡി വേണമെന്ന്, അതുകൊണ്ട് ഡി ഫുള്ള് വാവച്ചു എടുത്തിട്ടുണ്ട്. ആ, നീ ചോറ് കഴിക്കണം കേട്ടോ. എമ്മി. കഴിക്ക. നീ കഴിക്ക. ചോറ് കഴിക്കാം. നമുക്ക് ചോറ് കഴിക്കണ്ടേ? അതിന് വേണ്ട, അത് എടുത്തു തരാൻ വേണമെങ്കിൽ. ഇതാ ആദ്യം കഴിക്ക്. മതിയായ? എനിക്ക് അപ്പഴേ തോന്നി ഇതെടുത്ത് കഴിക്കൂ. ആ ഡിക്ക് വേണ്ടിട്ടായിരുന്നു കണ്ട. വാവച്ചിക്ക് ആ ഡീനെ കഴിക്കാൻ വേണ്ടിട്ടായിരുന്നു കഴിച്ചത്. പക്ഷെ ഇത്തിരി കഴിച്ചോളൂ അല്ലേ? എനിക്ക് മതി. എനിക്ക് അധികം മധുരം ഇഷ്ടമല്ല. എങ്ങനെയുണ്ട്? കൊള്ളാം. മതിയായോ? കേക്ക് കട്ട് കഴിഞ്ഞാ? ഇനി നമുക്ക് കൈ കഴുകിയിട്ട് ചോറ് കഴിച്ചാലോ?
ലഞ്ച് കഴിക്കാൻ സമയമായില്ലേ? ഇനി നമുക്ക് അപ്പം എന്നിട്ട് കട്ട് ചെയ്യാം. ആ അതും വേണോ? അതിന്റെ ബാക്കിയോടെ താഴെ പോയതാണോ? എങ്ങനെയുണ്ട് ടേസ്റ്റ് ഇതിന്റെ? അടിപൊളി കേക്കാട്ടോ. ഇത് കോഫി ഫ്ലേവറാണ്. സാധാരണ എനിക്ക് മധുരമൊന്നും ഇഷ്ടമല്ല, പക്ഷേ ഈ കേക്കിൽ കോഫീൻ്റെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഈ കേക്ക് ഇഷ്ടപ്പെട്ടനെ, കാരണം അച്ഛന് കോഫി ഭയങ്കര ഇഷ്ടമാണ്. അല്ലെ, അപ്പൂപ്പന് ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പൂപ്പന് ഇഷ്ടമല്ലേ? ഇത് ഇന്നലെ ആക്ച്വലി 12 മണിക്ക് നമുക്ക് കേക്ക് കിട്ടിക്കഴിഞ്ഞേ. കേക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ ഉറങ്ങിപ്പോയി. അപ്പം ആ വീഡിയോ നിങ്ങളിപ്പോൾ പോയി കാണും എന്താ സംഭവിച്ചതെന്ന്. അത് മാത്രമല്ല, ആരെന്നെ ഫസ്റ്റ് വിഷ് ചെയ്തത് നിങ്ങൾ കാണണ്ടേ, അതും കൂടെ പോയി കണ്ടിട്ട് ഓടിവായോ. അപ്പത്തേക്ക് ഞങ്ങൾ ഈ കേക്കൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ട് ലഞ്ച് കഴിക്കാൻ നോക്കുക. അപ്പൊ ഇന്ന് നമുക്ക് ലഞ്ച് എന്താണെന്ന് കാണിച്ചു തരാം. അല്ല വെച്ച് ഇന്ന് നമുക്ക് ലഞ്ചാന്ന് കാണിക്കാം. എന്താ കാണിക്കണ്ടേ? മതി, ഇനി എടുത്തു വെക്കട്ടെ. വാ. ഹലോ ഹലോ, ഹാപ്പി ബർത്ത്ഡേ പൊന്നു മോളുടെ. താങ്ക് യു. അന്നിവിടെ 12 മണി ആയിട്ടില്ല, ഇവിടെ 10:30 ആയിട്ടേ ഉള്ളൂ. വന്നില്ല. ഇല്ല ഇല്ല ഇല്ല. Later. Happy birthday, dear. Happy birthday. Happy birthday to താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ദിവി. നല്ല കേക്കാണല്ലോ. Of course. വാവച്ചി ഉറങ്ങിപ്പോയി. Nani, happy birthday, Nani. Nani. ശരി, വാവച്ചി ഉറങ്ങിപ്പോയല്ല. The next day. അപ്പോൾ ആദ്യം എന്നെ വിഷ് ചെയ്തത് അമ്മയാണ് കേട്ടോ. ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യവും അങ്ങനെ ആയിരിക്കും, അച്ഛനും അമ്മയായിരിക്കും വിഷ് ചെയ്യാറ്. ഇപ്പോഴും എൻ്റെ അച്ഛൻ എന്നെ വിഷ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എപ്പോഴും അച്ഛൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഐ ലവ് യു അച്ഛ, ഐ മിസ് യു അച്ഛ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതായത് ഇവിടെ 12 മണി ആവുന്നതിന് മുന്നേ നാട്ടിൽ എന്തായാലും 12 മണി ആവുന്നതുകൊണ്ട് അമ്മ ആദ്യം വിഷ് ചെയ്തു. ഇവിടെ കറക്റ്റ് 12 മണിയായപ്പോഴത്തേക്കും ഇച്ചായ വിഷ് ചെയ്തു. ഇച്ചായ കേക്കും കൊണ്ട് വന്നു. ഞാനത് ഒട്ടും പ്രതീക്ഷയില്ല, കാരണം വാവച്ചി ഉറങ്ങുന്ന സമയത്ത് അങ്ങനെ വരുമെന്ന് എനിക്കിന്ന് പ്രതീക്ഷയില്ലായിരുന്നു. അല്ലെങ്കിലൊക്കെ ഓക്കെ, ബേബി ഉണ്ടാകുന്നതിന് മുന്നേ അങ്ങനെയൊക്കെ ആയിരുന്നു. വാവച്ചി ഉണ്ടായതിനു ശേഷം നമ്മൾ എല്ലാ ബർത്ത്ഡേക്കും, എല്ലാ ബർത്ത്ഡേ അല്ല, ആകെ 2 ബർത്ത്ഡേ ഉണ്ടായിട്ടുള്ളൂ വാവച്ചി ഉണ്ടായതിനു ശേഷം. പിറ്റേ ദിവസമായിരിക്കും നമ്മൾ കട്ട് ചെയ്യാറ്. പക്ഷെ ഇന്നലെ സർപ്രൈസ് ആയിപ്പോയി. എന്ത് പാട്ടാണപ്പാ? കഴിക്കാൻ നമുക്ക്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു നാടൻ ഊണ് കഴിക്കാൻ ഒരു ഫീലായി. അപ്പോൾ ഞാൻ വേഗം നാടൻ ഊണ് ഓർഡർ ചെയ്തു. അപ്പം അതിലെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. എനിക്ക് മടിയുണ്ടോ? ഇതെന്തോന്നാടേ, കേക്ക് കഴിച്ചിട്ട് പകുതി അവിടെ ഉണ്ടല്ലോ. ഇത് ഫുഡ് കഴിക്കേ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ വാങ്ങിച്ചെന്ന് വെച്ചാൽ പറയാം. അപ്പോൾ നമ്മൾ നാടൻ ഊണ് വാങ്ങിച്ചായിരുന്നല്ലേ, അപ്പോൾ നമ്മളിന്ന് നാടൻ ഊണ് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതിനകത്ത് മട്ട റൈസുണ്ട്, സാമ്പാറുണ്ട്, ഫിഷ് കറിയുണ്ട്, പിന്നെ മെഴുക്കുവരട്ടി പയറൊക്കെ ഉണ്ട്. എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ കറക്റ്റ് പേര് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. എൻ്റെ അമ്മ എന്നെ കമൻറ്റ് ചെയ്യായിരിക്കും. പായസമുണ്ട്. ഇതാണ് പായസം. ഇത് പായസം. പിന്നെ ഞാനെനിക്ക് തരാം, ചോറ് വെച്ചിട്ട് തരാം. ഇതെന്താടാ, വെണ്ടയ്ക്കാന്ന് തോന്നുന്നു. പിന്നെ എന്താ ഇവിടെ ബീൻസ് ഉണ്ട്. പാവച്ചി ഇതിലാണോ ചോറ് കഴിക്കാൻ പോകുന്നേ? കാണിക്കാൻ പാടില്ലേ? ഓക്കെ, മോൻ ഇതും വാവച്ചിക്കുള്ള, കാരണം ഇതിൽ എരിവ് കുറവാണ് വാവച്ചിക്ക്. ബാക്കിയൊക്കെ എരിവുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നീ കഴിച്ചോട്ടോ.
അപ്പോൾ വാവച്ചിക്ക് ഇതിൽ മതി ചോറെന്ന് പറഞ്ഞപ്പോൾ ഇനി വാവച്ചിക്ക് ചോറും കറിയൊക്കെ ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിത് കഴിച്ചിട്ട് വരാം. നാടൻ ഊണൊക്കെ കഴിച്ചിട്ടോ. അടിപൊളിയാണ് നാടൻ ഊണ്. എല്ലാം കഴിച്ചോ? തന്നെ സാമ്പാർ കഴിച്ചു വാവച്ചി? ഫിഷ് കഴിച്ചാ? എന്തൊക്കെ കഴിച്ച മോൻ? എന്തൊക്കെ കഴിച്ച നാടൻ ഊണില്? കറി എന്തൊക്കെ കഴിച്ചേ? എന്തൊക്കെ കറിയാ കഴിച്ചേന്ന്? മോര്, പപ്പടം, അത്രല്ലേ കഴിച്ചോളൂ. പായസം ടേസ്റ്റ് ചെയ്ത് വാവച്ചു അല്ലേ? ആവശ്യം അത്രേ കഴിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ എരിവായിരുന്നു, അതുകൊണ്ട് ബാക്കിയൊക്കെ ഞാൻ കഴിച്ചു. എരിവായിരുന്നു. ഇത് വാങ്ങിച്ചത് ഇവിടെ അടുത്തുനിന്ന് സ്മാർട്ട് കുക്കിന്നാണ് കേട്ടോ. അപ്പം സ്മാർട്ട് കുക്കിന്ന് ഇങ്ങനെ ഊണൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ നല്ല രസമുള്ള ഊണ് നമുക്ക് കഴിക്കാൻ കിട്ടും. അതായത് ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യലായ ദിവസങ്ങളൊക്കെ ഞാൻ വീട്ടിൽ കുക്ക് ചെയ്യാറില്ല. അപ്പം ഞാനിങ്ങനെ വെളിയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച് കഴിക്കും. അതായത് എപ്പോഴും ഞാൻ തന്നെയല്ലേ കുക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ തന്നെ എപ്പോഴും കുക്ക് ചെയ്ത് ഞാൻ തന്നെ കഴിക്കുമ്പോൾ എനിക്കൊരു ഡിഫറെൻറ്റ് ഫീൽ ചെയ്യത്തില്ല. അപ്പം ഞാൻ ഓർത്തു ഇന്ന് വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കാമെന്ന് ഓർത്തു. അപ്പം അങ്ങനെ നമ്മൾ നാടൻ ഊണ് വാങ്ങിച്ചതാണ്. എനിക്കിഷ്ടപ്പെട്ടു എന്തായാലും. അപ്പോൾ ആരെങ്കിലും നാടൻ ഊണോ പൊതിച്ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്മാർട്ട് കുക്കിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ച് നല്ലതായിരിക്കും. അവിടുത്തെ പായസവും അടിപൊളിയാണ്. പിന്നെ അവിടുത്തെ മീൻകറി എനിക്കിഷ്ടപ്പെട്ടു. സാമ്പാറും കൊള്ളാം, എല്ലാം കൊള്ളാം. അപ്പം അങ്ങനെ. അപ്പം ഇനി അടുത്ത എന്താ പരിപാടിയും ചോദിക്കുവാണെങ്കിൽ ഇനി കുറച്ച് നേരം വാവച്ചിനെ കിടത്തി ഉറക്കണം. അങ്ങനെ. അപ്പം ഉച്ച സമയമായല്ലോ, അപ്പോൾ കുറച്ച് നേരം വാവച്ചി കിടന്നുറങ്ങും. വാവച്ചി ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് വാവച്ചി ഇതേ പാട്ട് പാടാൻ പോവാം അല്ലേ വാവച്ചി? മമ്മയ്ക്ക് വേണ്ടിയിട്ട് പാർട്ടി തരുവാണോ? തുടങ്ങാൻ പോകുന്നേ ഉള്ളോ പാർട്ടി? നല്ല പാട്ടാണല്ലോ ആച്ചി. അപ്പോൾ ഇന്ന് ഏപ്രിൽ 21 ആണ്. അപ്പോൾ ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ. അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഇന്നലെ ആകെ ഒരുമാതിരി ട്വിസ്റ്റായിപ്പോയി ലൈഫ്. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഈവനിങ് ജോലിയെല്ലാം കഴിഞ്ഞ് ചായ വന്നു, വീണ്ടും നമ്മൾ കേക്ക് കട്ട് ചെയ്തു. അതേ കേക്ക് നമ്മൾ വീണ്ടും കട്ട് ചെയ്തു. അപ്പം ഞാൻ ഓർത്തു ആദ്യമായിട്ടായിരിക്കും ഞാൻ ഒരു ബർത്ത്ഡേക്ക് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നത്. എന്താ പറയുക, ഒരു കേക്ക് തന്നെ 3-4 പ്രാവശ്യം കട്ട് ചെയ്ത് ആ കേക്ക് ഓർത്ത് കാണും. ദൈവമേ, എൻ്റെ വിധിയാണെന്ന് ഓർത്ത് കാണും. ആ കേക്ക് പാവം വളരെ മോശം അവസ്ഥയിലായിപ്പോയെന്ന് തോന്നുന്നു. വാവച്ചി കുറേ നേരം അത് കട്ട് ചെയ്തൊരു നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്നലെ കേക്കെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് അടിപൊളി ഡിന്നറെല്ലാം കഴിച്ച് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ വാവച്ചിക്ക് പനി വന്നു പെട്ടെന്ന്. എന്തോ പനി വന്നു കൊച്ചിന് ഇല്ലപ്പാ. അതായത് കേക്കെല്ലാം കട്ട് ചെയ്ത് നമ്മൾ ഡിന്നറൊക്കെ കഴിക്കാൻ പോയപ്പോഴത്തേക്കും ചെറുതായിട്ട് ഇങ്ങനെ പനി വരുന്ന പോലെ തോന്നി. അപ്പോൾ വാവച്ചിയുടെ ഫേസ് റിയാക്ഷനും വാവച്ചിയുടെ സൗണ്ടും വാവച്ചിയുടെ ഇതൊക്കെ മാറി തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി എന്തോ പന്തികേട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് നല്ല നൈറ്റ് വീഡിയോസ് എടുക്കാൻ പറ്റാണ്ടായത്. പിന്നെ പെട്ടെന്ന് മേത്തൊക്കെ ഭയങ്കര ചൂടായി. പിന്നെ മരുന്നെല്ലാം കൊടുത്ത് ഇപ്പോൾ ഒക്കെ ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഉറക്കത്തിൻ്റെയൊക്കെ. വാവച്ചിക്ക് രാത്രി വാവച്ചി കരഞ്ഞില്ലേ ഉറക്കത്തിലൊക്കെ എണീറ്റ് അല്ലേ? അപ്പം ഇപ്പോൾ ആരോമ അപ്പം ഇപ്പം കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീച്ചിട്ട് ഇതിപ്പോൾ ഞാൻ കഞ്ഞി കൊടുക്കുവാണ്. ഇപ്പം കഞ്ഞി കൊടുത്തിട്ട് ഒന്നും കൂടെ മരുന്ന് കൊടുക്കണം. ഇപ്പം കുറവുണ്ട്, എന്നാലും മരുന്ന് കൊടുക്കണം. അങ്ങനെ. അപ്പം ഇന്നലെ ഒരു വല്ലാത്തൊരു ബർത്ത്ഡേ ആയിരുന്നു അല്ലേ? ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു അമ്മമ്മയുടെ ബർത്ത്ഡേ? ഞാൻ ഒരു നോർമൽ ഒരു ഡേ ആയിരുന്നു എനിക്ക്. അതൊക്കെ മമ്മ എന്ത് കേക്കാ? പനി എങ്ങനെയുണ്ട്? കുറഞ്ഞോ? അപ്പൊ കുറവുണ്ട്. വേഗം കഞ്ഞി കുടിക്കുക, എന്നിട്ട് മരുന്ന് കഴിക്കാനുള്ളതാ.
കേട്ടോ. ചിക്കി പനി ആയതുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതും പിന്നെ എൻ്റെ ബർത്ത്ഡേ അല്ലല്ലോ, മമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നില്ലേ ഗിഫ്റ്റ് കിട്ടിയതും പിന്നെ കുറച്ച് സർപ്രൈസുകളൊക്കെ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ വരാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ ടാറ്റ പറ. വലുതാവുമ്പോ വലുതാകുമ്പോ മമ്മയുടെ കത്തി എടുക്കുന്നാ. ഓക്കെ, എടുത്തു. അപ്പൊ ടാറ്റ പറ. നെക്സ്റ്റ് വീഡിയോ കാണാൻ പറ. അപ്പൊ കൈ മുറിയത്തില്ലെന്നാ. ഓക്കെ, അപ്പൊ ടാറ്റ പറയാം എല്ലാവർക്കും. നെക്സ്റ്റ് വീഡിയോ കാണാൻ പറ. ബൈ ഉമ്മ.